ആലത്തൂരിൽ ചെറുകക്ഷികളുടെ പിന്തുണ ഗുണകരമാകുമെന്ന പ്രതീക്ഷയിലാണ് UDF. വെൽഫെയർ പാർട്ടി അടക്കമുള്ള കക്ഷികൾ UDFനായി പ്രചാരണ രംഗത്ത് സജീവമാണ്. ആം ആദ്മി പാർട്ടിയും രമ്യ ഹരിദാസിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. RBC വോട്ടർമാരിലെ ഒരു വിഭാഗം ഒപ്പം നിൽക്കുമെന്നാണ് UDF കരുതുന്നത്. രമ്യ ഹരിദാസിന്റെ സ്ഥാനാർത്ഥിത്വം UDF അണികളിൽ ഉണ്ടാക്കിയ ആവേശത്തിനൊപ്പം പൊതുപിന്തുണ വോട്ടായി മാറുമെന്നാണ് UDF പ്രതീക്ഷ. 2014 UDFനേക്കാൾ LDF നേടിയ 37,312 വോട്ട് ചെറു പാർട്ടികളുടെ പിന്തുണയിലൂടെ പിടിച്ചെടുക്കാനാകുമെന്നാണ് UDFന്റെ കണക്കുകൂട്ടൽ. മണ്ഡലത്തിൽ 20,000 വോട്ടുണ്ടെന്നാണ് വെൽഫെയർ പാർട്ടി അവകാശപ്പെടുന്നത്. സ്വന്തം വോട്ട് ഉറപ്പാക്കുന്നതിനൊപ്പം UDF സ്ഥാനാർത്ഥിക്കായി വെൽഫെയർ പാർട്ടി പ്രചാരണ രംഗത്തും സജീവമാണ്. ഇതുവരെ പരമ്പരാഗതമായിട്ട് LDFനോടൊപ്പം നിന്ന ഒരുപാട് ചെറുപാർട്ടികൾ ഇപ്രാവശ്യം വ്യത്യസ്തമായി ചിന്തിക്കുകയും വ്യത്യസ്ത രീതിയിൽ ഇതായി UDFന് അനുകൂലമായിട്ടുള്ളത്. അത് തീർച്ചയായിട്ടും വലിയൊരു മാറ്റം ഈ തെരഞ്ഞെടുപ്പ് 2019 തെരഞ്ഞെടുപ്പിൽ UDFന് അനുകൂലമായ ഒരു ഘടകമായിട്ട് മാറാനുള്ള എല്ലാവിധ സാധ്യതയുണ്ട്. ആം ആദ്മി പാർട്ടിയും ആലത്തൂരിൽ UDFന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ചിറ്റൂർ നിയമസഭാ മണ്ഡലത്തിൽ നിർണായക ശക്തിയായ RBC വോട്ടുകളിൽ ഒരു ഭാഗം അനുകൂലമാകുമെന്ന് UDF കരുതുന്നു. K. കൃഷ്ണൻകുട്ടിയുടെ നേതൃത്വത്തിലുള്ള JDS വോട്ടുകളിൽ വിള്ളലുണ്ടാകുമെന്ന കണക്കുകൂട്ടലും UDFനുണ്ട്. വലിയ സ്വാധീനമില്ലെങ്കിലും SDPI വോട്ടുകളും UDFന് അനുകൂലമായേക്കാം. PM ഷബീർ, മീഡിയ 1, ആലത്തൂർ.